ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെയറിംഗ് സിസ്റ്റത്തിലെ പ്രധാന തകരാറുകളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളുമാണ്. ട്രബിൾസ് ആൻഡ് റെമഡീസ് ഇൻ സ്റ്റെയറിംഗ് സിസ്റ്റം. നമ്മൾ വാഹനത്തിൽ ഉണ്ടാകുന്ന ട്രബിൾസിൽ ഒന്നാമത്തത് വാണ്ടർ എന്നുകൊണ്ടുള്ള ഒരു ട്രബിളാണ്. സ്റ്റെയറിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു ട്രബിളാണ് വാണ്ടർ. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം വശങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം. ഈ സമയം ഡ്രൈവർ സ്റ്റെയറിംഗ് വീൽ ക്രമീകരിച്ച് വാഹനത്തെ നേർരേഖയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് വാഹനം എതിർദിശയിലേക്ക് വീണ്ടും വ്യതിചലിക്കുന്നു. ഇങ്ങനെ വാഹനത്തെ നേർരേഖയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡ്രൈവർ തുടർച്ചയായി സ്റ്റെയറിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുക. പഴയ കാല വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡ്രൈവർ ഇങ്ങനെ സ്റ്റെയറിംഗ് വീല് പിടിച്ച് രണ്ട് ഡയറക്ഷനിലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഒരു പ്രോസസ്സിനാണ് വാണ്ടർ എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ടാവാനുള്ള കാരണം, പഴയ വാഹനങ്ങൾക്കാണ് ഇത് സംഭവിക്കുക. ഇന്ന് കാണുന്ന വാഹനങ്ങൾക്ക് വളരെ കുറവ് ആണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പവർ ഷെയറിംഗ് ഒക്കെയാണ് ഇപ്പോൾ ബസ്സിലൊക്കെ കാണുന്നത്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ടയർ പ്രഷർ. അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൽ ഉണ്ടാകുന്ന പ്രഷർ വ്യത്യാസം ഉണ്ടായിരിക്കും. രണ്ട് ടയറിന് രണ്ട് രീതിയിലുള്ള പ്രഷർ ആകുമ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതിന് പരിഹാരം എന്താ വെച്ചാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക, തുല്യമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം തെറ്റായ കാസ്റ്റർ അളവുകൾ. ക്യാമ്പർ ആംഗിളും കാസ്റ്റർ ആംഗിളും ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതായത് അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ശരിയായ അളവിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാര മാർഗം. പിന്നെ ഉള്ളത് തെറ്റായിട്ടുള്ള ടോയിനാണ്. തെറ്റായിട്ടുള്ള ടോയിന് അലൈൻമെൻറ്റിൽ വരുന്ന ഒരു പ്രശ്നമാണ്. ടയർ റോഡിൻ്റെ നീളം ക്രമീകരിച്ചിട്ട് ആ തെറ്റായിട്ടുള്ള ടോയിന് ശരിയാക്കുക എന്നതാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗം. അടുത്തത് അമിതമായ ഭാരം കയറ്റിയിരിക്കുന്നു. നമ്മൾ വാഹനത്തിൽ ഓവർലോഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഇത് സംഭവിക്കും. അപ്പോൾ അതിന് ശരിയായ അളവിൽ ഭാരം കയറ്റുക. ഒരു എത്ര ലോഡാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഭാരം കയറ്റുക. അതിൻ്റെ അടുത്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ മുൻ വീലുകളിലെ ബെയറിങ് അമിതമായി തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ രണ്ട് വീൽ ബെയറിങ്ങുകൾ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു വാണ്ടർ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പഴയത് മാറ്റി പുതിയത് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത തകരാറ് എന്ന് പറഞ്ഞാൽ വീൽ വോബിളാണ്. വീൽ വോബിൾ അല്ലെങ്കിൽ ലോ സ്പീഡ് ഷിമ്മി എന്ന് പറയും. വീൽ വോബിൾ വാഹനം കുറഞ്ഞ വേഗതയിൽ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൻ വീലുകൾ തുടർച്ചയായി മുകളിലോട്ടും താഴോട്ടും കമ്പനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മുൻ വീലുകളുടെ തെറ്റായ ബാലൻസിങ് കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. ഈ തകരാറിനെയാണ് വീൽ വോബിൾ എന്ന് പറയുക. അതായത് വാഹനത്തിൻ്റെ വേഗത ഇങ്ങനെ കുറഞ്ഞ വേഗതയിൽ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ വീൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് വീൽ വോബിൾ എന്ന് പറയുക. അതായത് കുറഞ്ഞ സ്പീഡ് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഒന്നാമത്തത് തെറ്റായ വീൽ അലൈൻമെൻറ്റ്. അപ്പോൾ വീൽ അലൈൻമെൻറ്റ് ശരിയാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാരം. ബി, തേയ്മാനം സംഭവിച്ച ബോൾ ജോയിൻറ്റുകളും ബെയറിങ്ങുകളും. അപ്പോൾ നമുക്ക് അറിയാം ബോൾ ജോയിൻറ്റുകളും ബെയറിങ്ങുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് പുതിയത് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. സി, വീലുകൾ തെറ്റായ ബാലൻസ് ചെയ്യുക. വീൽ ബാലൻസിങ് ശരിക്കും ചെയ്തിട്ടുണ്ടാവില്ല. വീൽ ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ആ വീലിൻ്റെ കറക്കം യൂണിഫോം ആക്കുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റിയ പരിഹാര മാർഗം. അതുകൂടാതെ തെറ്റായ ടയർ മർദ്ദം. അതായത് രണ്ട് ടയറിലുള്ള പ്രഷർ തെറ്റായിട്ടാണ്. അതിപ്പോൾ ഓവർ ഇൻഫ്ലേഷനോ അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ആകുമ്പോഴും വീൽ വോബിൾ കൂടും. അതായത് ഓവർ മർദ്ദം, ടയറിൻ്റെ പ്രഷർ കൂടുതലായി കഴിഞ്ഞാലും വീൽ വോബിൾ കൂടും. അപ്പോൾ ശരിയായ അളവിൽ നിറയ്ക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗം. അടുത്ത കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ഷിമ്മിയാണ്. നമ്മൾ ലോ സ്പീഡ് ഷിമ്മി അല്ലെങ്കിൽ വീൽ വോബിളിനെ നമ്മൾ ലോ സ്പീഡ് ഷിമ്മി എന്നും പറയും. അതുപോലെ ഇനി അടുത്ത് നമ്മൾ ഹൈ സ്പീഡ് ഷിമ്മി, വളരെ ഉയർന്ന വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ വാഹനം നല്ല സ്പീഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ മുൻവീലുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈ സ്പീഡ് ഷിമ്മി എന്ന് പറയാം. അതിനുള്ള കാരണം ഒന്നാമത്തത് തെറ്റായ വീൽ അലൈൻമെൻ്റ് ആണ്. അത് വീൽ അലൈൻമെൻറ്റ് ശരിയാക്കുക എന്നതാണ്. ഈ പറഞ്ഞ 3 കാരണങ്ങളിലും ഈ വീൽ അലൈൻമെൻറ്റ് ഒരു കാരണമാണ്. വീൽ അലൈൻമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഈ 3 കംപ്ലൈൻറ്റുകളും വരും. അപ്പോൾ അതിന് നമുക്ക് പരിഹാരം വീൽ അലൈൻമെൻറ്റ് ശരിയാക്കുക എന്നുള്ളതാണ്. അടുത്തത് വളഞ്ഞ വീൽ റിമുകൾ വളഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
നമ്മളുടെ നല്ല സ്പീഡ് പോകുമ്പോൾ അത് വൈബ്രേഷന് കാരണമാവും. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയത് ഘടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗം. അടുത്തത് വ്യത്യസ്ത ടയർ പ്രഷർ രണ്ട് ടയറിലും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രഷറാണെന്നുണ്ടെങ്കിൽ അതും ഹൈ സ്പീഡ് ഷിമ്മി എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റിന് കാരണമാകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്താ വെച്ചാൽ ശരിയായ അളവിൽ വായു നിറയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത കാരണം വീലുകളുടെ തെറ്റായ ബാലൻസിങ് ആണ്. വീലുകൾ ബാലൻസ് ചെയ്യുന്നത് തെറ്റായിട്ടാണെന്നുണ്ടെങ്കിലും ഹൈ സ്പീഡ് സംഭവിക്കും, ഹൈ സ്പീഡ് ഷിമ്മി. ഓക്കെ, അത് ബാലൻസ് ചെയ്യുക, വീൽ ബാലൻസിങ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗം. അപ്പോൾ ഈ 3 കാരണങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.